നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് അഥവാ ഗണിതം എന്ന വിഭാഗത്തിൽ നിന്നും കലണ്ടർ എന്ന പാഠഭാഗമാണ് പഠിപ്പിക്കുന്നത്. PSC പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളിലും നിരവധി തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കലണ്ടർ എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി കലണ്ടർ എന്ന പാഠഭാഗം പഠിക്കും. അതിന്റെ കൂടെ തന്നെ ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 365.25 ദിവസങ്ങൾ ആണുള്ളത്. എന്നാൽ നമ്മൾ ഒരു വർഷത്തിൽ 365 ദിവസമായി എടുക്കുന്നു. അതിനുശേഷം അധികം വരുന്ന കാലുകൾ ചേർത്ത് 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസമാക്കി മാറ്റുന്നു. അങ്ങനെ അധികം വരുന്ന ആ ഒരു ദിവസം നമ്മൾ ഫെബ്രുവരി മാസത്തിൽ ചേർക്കുന്നു. അപ്പോൾ 366 ദിവസങ്ങളുള്ള വർഷങ്ങൾ ഉണ്ടാവുന്നു. ഈ വർഷങ്ങളെ പറയുന്ന പേരാണ് അതിവർഷം. അതായത് 366 ദിവസങ്ങളുള്ള വർഷമാണ് അതിവർഷം അഥവാ ലീപ് ഇയർ. അതിവർഷത്തിൽ ഫെബ്രുവരിക്ക് 29 ദിവസങ്ങളാണുള്ളത്. അടുത്തതായി നമുക്ക് നോക്കാം, അതിവർഷമാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം. 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന വർഷങ്ങളാണ് അതിവർഷങ്ങൾ. ഉദാഹരണം 2008, 2012, 2016, 2020, 2024 ഇങ്ങനെ പോകുന്നു. അതായത് ഈ വർഷങ്ങളെയെല്ലാം നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവയെല്ലാം അതിവർഷങ്ങളാണെന്ന്. എന്നാൽ നൂറ്റാണ്ടുകളായിട്ടാണ് തരുന്നതെങ്കിൽ 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം. ഉദാഹരണം നോക്കാം. 1200, 1600, 2000, 2400 ഇവയെല്ലാം നമുക്ക് 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ വർഷങ്ങളെല്ലാം അതിവർഷങ്ങളാണ്. അടുത്തത് ശ്രദ്ധിക്കുക. 400 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന അതിവർഷത്തിൽ ഡിസംബർ 31 ഞായറായിരിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 1200 ഡിസംബർ 31 ഞായറായിരിക്കും. 1600 ഡിസംബർ 31 ഞായറായിരിക്കും. 2000 ഡിസംബർ 31 ഞായറായിരിക്കും. 2400 ഡിസംബർ 31 ഞായറായിരിക്കും. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഒരു വർഷത്തിൽ പൂർണ്ണമായ ആഴ്ചകൾക്ക് ശേഷം വരുന്ന ദിവസങ്ങളാണ് ഒറ്റ ദിവസങ്ങൾ അഥവാ ഓഡ് ഡേയ്സ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഒറ്റ ദിവസങ്ങളെ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ദിവസങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുന്ന ദിവസങ്ങളാണ് ഒറ്റ ദിവസങ്ങൾ. അതായത് ഉദാഹരണം നോക്കുക. 31 ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണാൻ 31നെ 7 കൊണ്ട് ഹരിക്കുക. അവിടുന്ന് നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അതെടുത്ത് എഴുതുക. ഇവിടെ നമുക്ക് ശിഷ്ടം 3 എന്ന് കിട്ടും. നമുക്കിവിടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ദിവസങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ശിഷ്ടം 3 ആണ്. അതായത് നമുക്ക് മനസ്സിലാക്കാം 31 ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 3. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും 31 ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം സമം 3. ഇത്രയും വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന വസ്തുതകളാണ് പറഞ്ഞു പോയത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. അതിന്റെ കൂടെ തന്നെ പുതിയ പുതിയ പാഠഭാഗങ്ങളും പരിചയപ്പെടാം. ചോദ്യം ശ്രദ്ധിക്കുക. 10 വർഷത്തിൽ എത്ര ഒറ്റ ദിവസങ്ങൾ ഉണ്ട്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം കണ്ടെത്തുന്ന രീതി ഇതാണ്. വർഷത്തിന്റെ കൂടെ അതിവർഷം കൂട്ടുക. അതായത് ഇവിടെ വർഷം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന വർഷം എത്രയാണോ അതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വർഷം 10. അടുത്തത് നമുക്ക് ഈ വർഷത്തിന്റെ കൂടെ അതിവർഷം കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിവർഷം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വർഷത്തിൽ എത്ര അതിവർഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ വർഷം 10 ആണ്. 10 വർഷത്തിൽ 2 അതിവർഷങ്ങളാണുള്ളത്. അവിടുന്ന് നമുക്ക് അതിവർഷങ്ങളുടെ എണ്ണം 2 എന്ന് കിട്ടും. ഇവിടുന്ന് നമുക്ക് കണ്ടെത്തേണ്ട ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർഷത്തിന്റെ കൂടെ നമുക്ക് കിട്ടിയ അതിവർഷം കൂട്ടിയാൽ മതി. അതായത് ഇവിടെ ഒറ്റ ദിവസങ്ങൾ കാണാൻ വർഷത്തിന്റെ കൂടെ അതിവർഷം കൂട്ടണം. ഇവിടെ വർഷം 10 ആണ്, അതിവർഷം 2 ആണ്. 10 2 കൂടെ കൂട്ടുമ്പോൾ 12 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 12നെ ഒറ്റ ദിവസമായി എടുക്കാൻ സാധിക്കില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒറ്റ ദിവസങ്ങൾ വരുന്നത് എപ്പോഴും 7ന് താഴെയുള്ള ഒരു സംഖ്യയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 12നെ 7 കൊണ്ട് ഹരിക്കുക. ഇവിടെ 12നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 5 എന്ന് കിട്ടും. നമ്മൾ തൊട്ടു മുൻപേ പഠിച്ചതാണ്. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ദിവസങ്ങളുടെ എണ്ണത്തെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ്. ഇവിടെ നമുക്ക് ശിഷ്ടം 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും 10 വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5. നമുക്കിപ്പോൾ പഠിച്ച രീതി ശരിക്കും ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചെയ്യാം. 25 വർഷത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? അതായത് നമ്മൾ പഠിച്ച രീതി തന്നെയാണ്. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണാൻ വർഷത്തിന്റെ കൂടെ അതിവർഷം കൂട്ടുക. ഇവിടെ വർഷം 25 ആണ്. 25 വർഷത്തിനുള്ളിൽ 6 അതിവർഷങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസങ്ങൾ കാണാൻ വേണ്ടി വർഷത്തിന്റെ എണ്ണമായ 25ന്റെ കൂടെ അതിവർഷത്തിന്റെ എണ്ണമായ 6 കൂട്ടുക. 25ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 31 കിട്ടും. 31നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ശിഷ്ടം 3 എന്ന് കിട്ടും.
അതായത് നമുക്ക് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി 25 വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3. അടുത്തതായി നമുക്ക് ഒറ്റ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകൾ കൂടി പരിചയപ്പെടാം. ശ്രദ്ധിക്കുക. സാധാരണ വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1, അതിവർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2, 100 വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5, 200 വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3, 300 വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1, 400 വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0. ഈ പറഞ്ഞ വസ്തുതകൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക, ഹൃദയസ്ഥമാക്കി വെക്കുക. കാരണം ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യം വന്നാൽ നമുക്ക് കണക്ക് പോലും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് ഓർത്തെടുത്ത് ഉത്തരം എഴുതാവുന്നതാണ്. നമുക്ക് അടുത്തൊരു വസ്തുത നോക്കാം. നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞതാണ്, അതൊന്നുകൂടി ഇവിടെ പറയുന്നു, കുറച്ച് ഉദാഹരണങ്ങൾ കൂടി കാണിച്ചു തരുന്നു. 400 വർഷം കൂടുന്ന നൂറ്റാണ്ടുകളുടെ അവസാന ദിവസം ഞായറാഴ്ച ആയിരിക്കും. ഉദാഹരണം നോക്കുക. 1600 ഡിസംബർ 31 ഞായറായിരിക്കും. 2000 ഡിസംബർ 31 ഞായറായിരിക്കും. 2400 ഡിസംബർ 31 ഞായറായിരിക്കും. ഇതിൽ നമുക്ക് മറ്റൊരു വസ്തുത കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതെന്താണ്? 1600 ഡിസംബർ 31 ഞായറാണെങ്കിൽ 1601 ജനുവരി 1 എന്തായിരിക്കും? തിങ്കളായിരിക്കും. അങ്ങനെയെങ്കിൽ 2001 ജനുവരി 1 എന്തായിരിക്കും? തിങ്കളായിരിക്കും. ഈ ഒരു വസ്തുതയും ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത വസ്തുത പരിചയപ്പെടാം. ഒരു നൂറ്റാണ്ട് ആരംഭിക്കാനും അവസാനിക്കാനും സാധ്യതയുള്ള ഒരേ ഒരു ദിവസം തിങ്കളാഴ്ച ആയിരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. 2001 ജനുവരി 1 തിങ്കളാഴ്ച ആയിരിക്കും. 2101 ജനുവരി 1 തിങ്കളാഴ്ച ആയിരിക്കും. നമുക്ക് അടുത്ത വസ്തുത പരിചയപ്പെടാം. ഒരു നൂറ്റാണ്ട് അവസാനിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ താഴെ പറയുന്നവയാണ്: ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി. അടുത്തൊരു പോയിന്റ് നോക്കുക. ഒരു നൂറ്റാണ്ട് അവസാനിക്കാൻ സാധ്യതയില്ലാത്ത ദിവസങ്ങൾ താഴെ പറയുന്നവയാണ്. ശ്രദ്ധിക്കുക: ചൊവ്വ, വ്യാഴം, ശനി. അടുത്തതായി പൊതുവിജ്ഞാന വിഭാഗത്തിൽ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 ഡേറ്റുകൾ പറയുന്നു. ശ്രദ്ധിക്കുക. 1947 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച ആയിരുന്നു. അതുപോലെ 1950 ജനുവരി 26 വ്യാഴാഴ്ചയായിരുന്നു. 1869 ഒക്ടോബർ 2 ശനിയാഴ്ചയായിരുന്നു. നമുക്ക് അടുത്തൊരു പോയിന്റ് പഠിക്കാം. ഒരു മാസത്തിൽ 2-ാം തീയതി വരുന്ന ദിവസം മാത്രമാണ് 3 ഇരട്ട സംഖ്യകളിൽ വരുന്നത്. നമുക്ക് ഈ ഒരു പോയിന്റ് ഒരു ഉദാഹരണത്തിൽ കൂടി മനസ്സിലാക്കാം. ഉദാഹരണം ഇതാണ്: ഒരു മാസത്തിലെ 3 വെള്ളിയാഴ്ചകൾ ഇരട്ട സംഖ്യാ തീയതികൾ ആണ് വരുന്നതെങ്കിൽ ഒന്നാമത്തെ ദിവസം ഏത്? ഇപ്പോൾ പറഞ്ഞ പോയിന്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. ഒരു മാസത്തിലെ 2-ാം തീയതി വരുന്ന ദിവസം മാത്രമാണ് 3 ഇരട്ട സംഖ്യകളിൽ വരുന്നത്. ഇവിടെ 3 ഇരട്ട സംഖ്യകളിൽ വന്നിരിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച 2-ാം തീയതി ആയിരിക്കും. വെള്ളിയാഴ്ച 2-ാം തീയതി ആണെങ്കിൽ 1-ാം തീയതി ഏതായിരിക്കും? വ്യാഴാഴ്ച ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ഈ മാസത്തിലെ 1-ാം തീയതി വ്യാഴാഴ്ച ആയിരിക്കും. ഈ ഒരു ഭാഗത്ത് നിന്നും അടുത്തൊരു ഉദാഹരണം കൂടി നോക്കുക. ഒരു മാസത്തിലെ 3 ബുധനാഴ്ചകൾ ഇരട്ട സംഖ്യാ തീയതികളിൽ ആണ് വരുന്നതെങ്കിൽ ആ മാസത്തെ ഒന്നാമത്തെ ദിവസം ഏത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം അതേ രീതിയിൽ ഇവിടെയും പ്രാവർത്തികമാക്കിയാൽ മതി. കാരണം 3 ബുധനാഴ്ചകൾ ഇരട്ട സംഖ്യാ തീയതികളിൽ വരുമ്പോൾ ആ ബുധനാഴ്ച ആ മാസത്തിലെ 2-ാം തീയതി ആയിരിക്കും. ബുധനാഴ്ച 2-ാം തീയതി ആകുമ്പോൾ 1-ാം തീയതി ഏത് ദിവസമായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി 1-ാം തീയതി ചൊവ്വാഴ്ച. അടുത്ത വസ്തുതകൾ പരിചയപ്പെടാം. സാധാരണ വർഷങ്ങളിൽ ജനുവരി 1 വരുന്ന ദിവസങ്ങൾ മാത്രം 53-ഉം ബാക്കി ദിവസങ്ങൾ 52-ഉം ആയിരിക്കും. എന്നാൽ അതിവർഷങ്ങളിൽ ഒന്നാമത്തെയും 2-ാമത്തെയും ദിവസം 53-ഉം ബാക്കി ദിവസങ്ങൾ 52-ഉം ആയിരിക്കും. നമുക്കിതൊരു ഉദാഹരണത്തിൽ കൂടി നോക്കാം എങ്ങനെയെന്ന്. ഉദാഹരണം ഇതാണ്: 2012 ജനുവരി 1 തിങ്കളായാൽ ആ വർഷത്തിൽ എത്ര ചൊവ്വാഴ്ചകളുണ്ട്? അതായത് നമുക്ക് ഇവിടെ അറിയാം 2012 എന്ന് പറയുന്നത് അതിവർഷമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് അതിവർഷത്തിൽ ഒന്നാമത്തെയും 2-ാമത്തെയും ദിവസങ്ങൾ എത്ര കാണും? 53 കാണും. അതായത് ഇവിടെ 2012 ജനുവരി 1 തിങ്കളെന്ന് പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജനുവരി 1 തിങ്കളായാൽ ജനുവരി 2 എന്തായിരിക്കും? ചൊവ്വാഴ്ച ആയിരിക്കും. 1-ഉം 2-ഉം ദിവസങ്ങൾ 53 കാണുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനുവരി 2 ആയിട്ടുള്ള ചൊവ്വാഴ്ച 53 ദിവസം കാണും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി 53. അടുത്ത പോയിന്റുകൾ പരിചയപ്പെടാം. സാധാരണ വർഷങ്ങളിൽ ജനുവരി 1-ഉം ഡിസംബർ 31-ഉം ഒരേ ദിവസമായിരിക്കും. ഇവിടെ നമുക്ക് ഉദാഹരണത്തിൽ കൂടി ഇതെങ്ങനെയെന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. 2015 ജനുവരി 1 തിങ്കളാഴ്ച ആയാൽ 2015 ഡിസംബർ 31 തിങ്കളാഴ്ച ആയിരിക്കും. ഇത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പോയിന്റ് നോക്കാം. സാധാരണ വർഷങ്ങളിൽ ജനുവരി 1-ഉം അടുത്ത ജനുവരി 1-ഉം തമ്മിൽ ഒരു ദിവസം കൂടുതലായിരിക്കും.
നമുക്ക് ഉദാഹരണം നോക്കാം. 2015 ജനുവരി 1 തിങ്കളാഴ്ചയായാൽ 2016 ജനുവരി 1 ചൊവ്വാഴ്ച ആയിരിക്കും. നമുക്ക് അടുത്ത പോയിന്റ് പരിചയപ്പെടാം. അതിവർഷങ്ങളിൽ ജനുവരി 1 ഡിസംബർ 31 തമ്മിൽ ഒരു ദിവസം കൂടുതലായിരിക്കും. ഉദാഹരണം നോക്കുക. 2016 ജനുവരി 1 തിങ്കളായാൽ 2016 ഡിസംബർ 31 ചൊവ്വാഴ്ച ആയിരിക്കും. ഇവിടെ ഒരു ദിവസം കൂടി. നേരത്തെ നമ്മൾ പറഞ്ഞ് സാധാരണ വർഷമായിരുന്നെങ്കിൽ ജനുവരി 1 തിങ്കളായാൽ ഡിസംബർ 31 തിങ്കളായേനെ. എന്നാൽ അതിവർഷത്തിൽ ഒരു ദിവസം കൂടുതലാണ്. ആ ഒരു ദിവസം കൂടുമ്പോൾ തിങ്കൾ എന്നുള്ളത് ചൊവ്വാഴ്ചയായി മാറും. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അതിവർഷങ്ങളിലെ ജനുവരി 1 അടുത്ത ജനുവരി 1 തമ്മിൽ 2 ദിവസം കൂടുതലായിരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. 2016 ജനുവരി 1 തിങ്കളായാൽ 2017 ജനുവരി 1 ബുധനാഴ്ച ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ വർഷമാണെങ്കിൽ ജനുവരി 1 അടുത്ത ജനുവരി 1 തമ്മിൽ ഒരു ദിവസത്തിന്റെ വ്യത്യാസമേ വരൂ. എന്നാൽ അതിവർഷത്തിൽ ഒരു ദിവസം കൂടുതലാണ്. അതിവർഷത്തിലെ കൂടിയ ആ ഒരു ദിവസം കൂടി കൂട്ടുമ്പോൾ അടുത്ത ജനുവരി 1 എന്നുള്ളത് 2 ദിവസം കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് വസ്തുതകൾ ഒന്നുകൂടി പറയുന്നു. അതിനുശേഷം നമുക്ക് അവയിൽ നിന്നുമുള്ള രണ്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. സാധാരണ വർഷങ്ങളിൽ ജനുവരി 1 അടുത്ത ജനുവരി 1 തമ്മിൽ ഒരു ദിവസം കൂടുതലായിരിക്കും. എന്നാൽ അതിവർഷങ്ങളിലെ ജനുവരി 1 അടുത്ത ജനുവരി 1 തമ്മിൽ 2 ദിവസം കൂടുതലായിരിക്കും. ഉദാഹരണമായി തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 2005 ഫെബ്രുവരി 6 ചൊവ്വാഴ്ചയായാൽ 2006 ഫെബ്രുവരി 6 ഏത് ദിവസമായിരിക്കും? 2005 ഒരു സാധാരണ വർഷമാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് സാധാരണ വർഷങ്ങളിൽ ജനുവരി 1 അടുത്ത ജനുവരി 1 തമ്മിൽ ഒരു ദിവസം കൂടുതലായിരിക്കും. അതായത് ഇവിടെ 2005 ജനുവരി 1 2006 ജനുവരി 1 തമ്മിൽ ഒരു ദിവസം കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാ മാസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു ദിവസം കൂടുതലായിട്ടായിരിക്കും വരുന്നത്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2005 ഫെബ്രുവരി 6 ചൊവ്വാഴ്ചയാണെന്നാണ്. അങ്ങനാണെങ്കിൽ 2006 ഫെബ്രുവരി 6 എന്ന് പറയുന്നത് ഒരു ദിവസം കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ ചൊവ്വയിൽ നിന്നും ഒരു ദിവസം കൂടിയാൽ അത് ബുധനായിരിക്കും. അതായത് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 2006 ഫെബ്രുവരി 6 എന്നുള്ളത് ബുധനാഴ്ച ആയിരിക്കും. ഇവിടെ അധികമായൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വസ്തുത വ്യക്തമായി ഓർത്തിരിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ഉദാഹരണമായി ചെയ്തു നോക്കാം. ശ്രദ്ധിക്കുക. 2008 ജനുവരി 8 ചൊവ്വാഴ്ചയായാൽ 2009 ജനുവരി 10 ഏത് ദിവസമായിരിക്കും? ഇവിടെ 2008 എന്നുള്ളത് അതിവർഷമാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിവർഷങ്ങളിൽ ആദ്യത്തെ ജനുവരി 1 അടുത്ത ജനുവരി 1 തമ്മിൽ 2 ദിവസത്തിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ആദ്യത്തെ വർഷത്തിൽ നിന്നും രണ്ടാമത്തെ വർഷത്തിൽ വരുമ്പോൾ എല്ലാ മാസങ്ങളിലും 2 ദിവസം കൂടുതലായിരിക്കും. ഇവിടെ 2008 ജനുവരി 8 ചൊവ്വാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും 2009 ജനുവരി 10 2 ദിവസം കൂട്ടി പറഞ്ഞാൽ മതി. അതായത് നമുക്കിവിടെ ചൊവ്വയുടെ കൂടെ 2 ദിവസം കൂട്ടുമ്പോൾ 2009 ജനുവരി 8 വ്യാഴാഴ്ച എന്ന് കിട്ടും. എന്നാൽ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 2009 ജനുവരി 8 എത്ര എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ജനുവരി 10 എത്രയെന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ജനുവരി 8 കിട്ടിയിട്ടുണ്ട്, വ്യാഴത്തിന്റെ കൂടെ 2 ദിവസം കൂടി കൂട്ടുക, വെള്ളി ശനി. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും 2009 ജനുവരി 10 എന്നുള്ളത് ശനിയാഴ്ചയാണ്. അതായത് നമ്മുടെ ഉത്തരം ശനിയാഴ്ച. അടുത്തതായി നമ്മൾ പറയുന്നത് 30 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ശ്രദ്ധിക്കുക. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ ഈ 4 മാസങ്ങൾക്കാണ് 30 ദിവസങ്ങൾ വരുന്നത്. ഫെബ്രുവരി ഒഴിച്ചുള്ള ബാക്കി മാസങ്ങൾക്കെല്ലാം 31 ദിവസമാണ് വരുന്നത്. തെറ്റിപ്പോകാതെ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത വസ്തുത പരിചയപ്പെടാം. ഒരു സാധാരണ വർഷത്തിലെ 2 മാസങ്ങൾക്ക് ഒരേ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ജനുവരി, ഒക്ടോബർ, ഫെബ്രുവരി, മാർച്ച്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ജനുവരിക്കും ഒക്ടോബറിനും ഒരേ കലണ്ടറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരിക്കും മാർച്ചിനും ഒരേ കലണ്ടറാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 28 വരെ ഉള്ളൂ എന്നേ ഉള്ളൂ. ബാക്കി ദിവസങ്ങളെല്ലാം അതേപോലെ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് സാധാരണ വർഷത്തിലും അതിവർഷത്തിലും ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങളെയാണ്. അവ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ, നവംബർ, മാർച്ച്. ഇവിടെ സാധാരണ വർഷത്തിലും അതിവർഷത്തിലും ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങളാണ് തന്നിരിക്കുന്നത്. നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായും സംശയം വരും. ചില കലണ്ടറിൽ 30 ദിവസങ്ങളുണ്ട്, ചില കലണ്ടറിൽ 31 ദിവസങ്ങളുണ്ട്. പിന്നെ എങ്ങനെ ഇവ ഒരേ രീതിയിൽ ഉപയോഗിക്കാം? ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബാക്കി ദിവസങ്ങളെല്ലാം ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് മാത്രം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു വസ്തുത പ്രത്യേകം പറയാൻ കാരണം ഇവിടുന്ന് അനവധി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇങ്ങനൊരു ചോദ്യം വരാം. ഏപ്രിൽ 2017 14-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂലൈ 2017 14-ാം തീയതി ഏത് ദിവസമായിരിക്കും?
ഈ ഒരു വസ്തുത ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നതാണ് 2017 ജൂലൈ 14 വെള്ളിയാഴ്ച ആയിരിക്കും. കാരണം രണ്ടിനും ഒരേ കലണ്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം വന്നാൽ അധികം കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഉത്തരം പെട്ടെന്ന് മനക്കണക്കായി തന്നെ പറയാൻ സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വസ്തുത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. സാധാരണ വർഷങ്ങളുടെ കലണ്ടർ 6 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 11 വർഷം കൂടുമ്പോഴോ ആവർത്തിക്കുന്നു. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ വസ്തുത എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടിയാൽ ആ വർഷത്തിലെ കലണ്ടർ 6 വർഷം കൂടുമ്പോൾ ആവർത്തിക്കും. എന്നാൽ ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 അല്ലെങ്കിൽ 3 കിട്ടിയാൽ ആ വർഷത്തിലെ കലണ്ടർ 11 വർഷം കൂടുമ്പോൾ ആവർത്തിക്കും. നമുക്ക് ഉദാഹരണമായി ഒരു ചോദ്യം ചെയ്ത് നോക്കാം. 2014 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം ഏത്? ഇവിടെ നമ്മൾ 2014 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ശിഷ്ടം 2 എന്ന് കിട്ടും. 2 എന്ന് ശിഷ്ടം കിട്ടിയാൽ നമുക്കറിയാം എത്ര വർഷം കൂടുമ്പോൾ ആവർത്തിക്കുന്നത്? 11 വർഷം കൂടുമ്പോഴാണ് ആവർത്തിക്കുന്നത്. അതായത് 2014 കൂടെ 11 കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് 2025 എന്ന് കിട്ടും. അതായത് നമുക്ക് പറയാം 2014 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം 2025 ആണ്. അതായത് നമ്മുടെ ഉത്തരം 2025. അടുത്തൊരു ചോദ്യം കൂടി നോക്കുക. 2005 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം ഏത്? അതായത് 2005 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ശിഷ്ടം 1 എന്ന് കിട്ടും. ശിഷ്ടം 1 എന്ന് കിട്ടിയാൽ നമുക്കറിയാം ആ വർഷത്തിലെ കലണ്ടർ 6 വർഷം കൂടുമ്പോഴാണ് ആവർത്തിക്കുന്നത്. അതായത് 2005 കൂടെ 6 കൂട്ടുക. അപ്പോൾ നമുക്ക് 2011 എന്ന് കിട്ടും. അതായത് 2005 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം 2011 ആണ്. അതായത് നമ്മുടെ ഉത്തരം 2011. അടുത്ത പോയിന്റ് പരിചയപ്പെടാം. അതിവർഷങ്ങളിലെ കലണ്ടർ 28 വർഷം കൂടുമ്പോൾ ആവർത്തിക്കുന്നു. ഈ പറഞ്ഞ വസ്തുതയെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടിയാൽ ആ വർഷത്തിലെ കലണ്ടർ 28 വർഷം കൂടുമ്പോൾ ആവർത്തിക്കും. അതായത് നമുക്ക് ഉദാഹരണമായി ഒരു ചോദ്യം ചെയ്തു നോക്കാം. 2016 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം ഏത്? ഇവിടെ നമുക്ക് 2016 കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു അതിവർഷമാണ്. എന്നാൽ നമുക്കിവിടെ ഇത് വിശദമായ രീതിയിൽ തന്നെ ചെയ്തു നോക്കാം. ശ്രദ്ധിക്കുക. 2016 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ശിഷ്ടം 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടിയാൽ 28 കൂട്ടണം. അതായത് ഇവിടെ 2016 കൂടെ 28 കൂട്ടുമ്പോൾ 2044 എന്ന് കിട്ടും. അതായത് നമുക്ക് ഉത്തരം കിട്ടി. 2016 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം 2044. നമ്മുടെ ഉത്തരം അപ്പോൾ ഇതാണ് 2044. മറ്റൊരു പോയിന്റ് പഠിക്കുന്നതിലേക്കായി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്. ഒരു മാസത്തിലെ 29-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ മാസത്തിൽ എത്ര ചൊവ്വാഴ്ചകൾ ഉണ്ട്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്തേണ്ട മാർഗം ഇതാണ്. ഒരു മാസത്തിൽ 29, 30, 31 എന്നീ തീയതികൾ വരുന്ന ദിവസം 5 എണ്ണവും ബാക്കി ദിവസങ്ങൾ 4 എണ്ണവും ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് 29-ാം തീയതി തിങ്കളാഴ്ചയാണെന്നാണ്. അപ്പോൾ 30-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും. 31 ഉണ്ടെങ്കിൽ അത് ബുധനാഴ്ചയായിരിക്കും. നമുക്കറിയാം 29, 30, 31 എന്നീ തീയതികൾ വരുന്ന ദിവസം 5 എണ്ണം വെച്ച് കാണും. ഇവിടെ 29 തിങ്കളാഴ്ചയാകുമ്പോൾ 5 എണ്ണം ഉണ്ട്. 30 അപ്പോൾ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച അപ്പോൾ എത്ര എണ്ണം കാണും? 5 എണ്ണം കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. ആ മാസത്തിൽ 5 ചൊവ്വാഴ്ചകൾ ഉണ്ട്. ഇവിടെ അധികമായി ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വസ്തുത വ്യക്തമായി ഓർത്തിരിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ഉദാഹരണമായി ചെയ്തു നോക്കാം. ശ്രദ്ധിക്കുക. ഒരു മാസത്തിലെ 15-ാം തീയതി തിങ്കളാഴ്ചയായാൽ ആ മാസത്തിൽ എത്ര ചൊവ്വാഴ്ചകൾ ഉണ്ട്? നമുക്ക് ഉത്തരം കണ്ടെത്തുന്ന രീതി നോക്കാം. 15-ാം തീയതി തിങ്കളാഴ്ചയായാൽ അടുത്ത തിങ്കളാഴ്ച കാണാൻ 7 കൂട്ടുക. അതിനടുത്ത തിങ്കളാഴ്ച കാണാൻ വീണ്ടും 7 കൂട്ടുക. അതായത് 15ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 22 എന്ന് കിട്ടും. 22ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 29 എന്ന് കിട്ടും. അതായത് നമുക്ക് 29-ാം തീയതി തിങ്കളാഴ്ച എന്ന് കിട്ടി. 29-ാം തീയതി തിങ്കളാഴ്ചയാകുമ്പോൾ 30-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ പഠിച്ച വസ്തുത ഓർത്തിരിക്കുക. ഒരു മാസത്തിൽ 29, 30, 31 എന്നീ തീയതികൾ വരുന്ന ദിവസം 5 എണ്ണവും ബാക്കി ദിവസങ്ങൾ 4 എണ്ണവും ആയിരിക്കും. ഇവിടെ 29-ാം തീയതി തിങ്കളാഴ്ചയും 30-ാം തീയതി ചൊവ്വാഴ്ചയുമാണ്. അതായത് ആ മാസത്തിൽ 5 തിങ്കളാഴ്ച ഉണ്ടായിരിക്കും, 5 ചൊവ്വാഴ്ച ഉണ്ടായിരിക്കും. അങ്ങനെ ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ചൊവ്വാഴ്ചകളുടെ എണ്ണം 5. ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം.
ഒരു മാസത്തിലെ 15-ാം തീയതി തിങ്കളാഴ്ചയായാൽ ആ മാസത്തിൽ എത്ര വെള്ളിയാഴ്ചകളുണ്ട്? നമുക്ക് ഉത്തരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 15-ാം തീയതി തിങ്കളാഴ്ചയായാൽ അടുത്ത തിങ്കളാഴ്ച കാണാൻ 7 കൂട്ടുക, അതിനടുത്ത തിങ്കളാഴ്ച കാണാൻ വീണ്ടും 7 കൂട്ടുക. 15ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 22 എന്ന് കിട്ടും. 22ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 29 എന്ന് കിട്ടും. അതായത് 29-ാം തീയതി തിങ്കളാഴ്ചയാകുമ്പോൾ 30-ാം തീയതി ചൊവ്വാഴ്ചയാകുന്നു, 31-ാം തീയതി ബുധനാഴ്ചയാകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച വസ്തുത ഓർത്തെടുക്കുക. ഒരു മാസത്തിൽ 29, 30, 31 എന്നീ തീയതികൾ വരുന്ന ദിവസം 5 എണ്ണവും ബാക്കി ദിവസങ്ങൾ 4 എണ്ണവുമായിരിക്കും. ഇവിടെ 29 വരുന്നത് തിങ്കളാഴ്ചയാണ്, 30 വരുന്നത് ചൊവ്വാഴ്ചയാണ്, 31 വരുന്നത് ബുധനാഴ്ചയാണ്. 29, 30, 31 ഈ 3 തീയതികൾ വന്നാൽ മാത്രമേ ആ മാസത്തിൽ 5 ദിവസങ്ങൾ വരൂ. ബാക്കി ദിവസങ്ങളുടെ എണ്ണം 4 ആണ്. ഇവിടെ 29, 30, 31 വെള്ളിയാഴ്ചയല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. വെള്ളിയാഴ്ചകളുടെ എണ്ണം 4. നമുക്ക് അടുത്തൊരു വസ്തുത പരിചയപ്പെടുന്നതിലേക്കായി ഒരു ചോദ്യം ചെയ്തു നോക്കാം. ഇന്ന് ചൊവ്വാഴ്ചയായാൽ 65-ാമത്തെ ദിവസം ഏത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്തേണ്ട രീതി ഇതാണ്. 65-ാമത്തെ ദിവസം കാണാൻ 64നെ 7 കൊണ്ട് ഹരിക്കുക. എന്നാൽ 65 ദിവസത്തിന് ശേഷമുള്ള ദിവസം കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ 65നെ 7 കൊണ്ട് ഹരിക്കുക. ഈ പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. ഇവിടെ ഇന്ന് ചൊവ്വാഴ്ചയാണ്, 65-ാമത്തെ ദിവസം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. 65-ാമത്തെ ദിവസം കാണാൻ 64നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ശിഷ്ടം 1 എന്ന് കിട്ടും. ശിഷ്ടം 0 ആയിരുന്നെങ്കിൽ അതേ ദിവസം ആയേനെ. എന്നാൽ ഇവിടെ ശിഷ്ടം 1 ആയതുകൊണ്ട് ചൊവ്വയുടെ കൂടെ 1 കൂട്ടുക. അപ്പോൾ നമുക്ക് ബുധൻ എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. 65-ാമത്തെ ദിവസം ബുധൻ. നമുക്ക് ഈ ഒരു വസ്തുത ഒന്നുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി വേറൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഇന്ന് ചൊവ്വാഴ്ചയായാൽ 65 ദിവസത്തിന് ശേഷമുള്ള ദിവസം ഏത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്തേണ്ട രീതി ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 65 ദിവസത്തിന് ശേഷമുള്ള ദിവസം കാണാൻ 65നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ശിഷ്ടം 2 എന്ന് കിട്ടും. ശിഷ്ടം 0 ആയിരുന്നെങ്കിൽ അതേ ദിവസം ആയേനെ. എന്നാൽ ഇവിടെ ശിഷ്ടം 2 ആയതുകൊണ്ട് ചൊവ്വയുടെ കൂടെ 2 കൂട്ടുക. ചൊവ്വയുടെ കൂടെ 2 കൂട്ടുമ്പോൾ നമുക്ക് വ്യാഴം എന്ന് കിട്ടും. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം. അവിടുന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. 65 ദിവസത്തിന് ശേഷമുള്ള ദിവസം വ്യാഴം. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ചോദ്യം കൂടി പരിചയപ്പെടാം. ഇന്ന് ബുധനാഴ്ച ആയാൽ 60-ാമത്തെ ദിവസം ഏത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം കണ്ടെത്താനുള്ള രീതി അറിയാം. 60-ാമത്തെ ദിവസം കാണാൻ 59നെ 7 കൊണ്ട് ഹരിക്കുക. ഇവിടെ നമുക്ക് ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. 60-ാമത്തെ ദിവസം കാണാൻ 59നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ശിഷ്ടം 3 എന്ന് കിട്ടും. ശിഷ്ടം 0 ആയിരുന്നെങ്കിൽ അതേ ദിവസം ആയേനെ. ഇവിടെ ശിഷ്ടം 3 ആയതുകൊണ്ട് ബുധന്റെ കൂടെ 3 ദിവസം കൂട്ടുക. അപ്പോൾ നമുക്ക് ശനി എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. 60-ാമത്തെ ദിവസം ശനി. അടുത്തതായി നമുക്ക് കലണ്ടർ എന്ന പാഠഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള കുറച്ച് വലിയ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. 2011 ജനുവരി 17 തിങ്കളാഴ്ചയായാൽ ഏപ്രിൽ 11 ഏത് ദിവസമാണ്? നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. ജനുവരി മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നു 2011 ജനുവരി 17 തിങ്കളാഴ്ചയാണ്. നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ജനുവരി 17 മുതൽ ഏപ്രിൽ 11 വരെയുള്ള ഒറ്റ ദിവസങ്ങൾ എത്രയാണോ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആദ്യം ജനുവരി 17 കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസങ്ങളുണ്ടെന്ന് കണ്ടെത്തണം. അതായത് ജനുവരിയിൽ 31 ദിവസങ്ങളുണ്ട്. അപ്പോൾ 31ൽ നിന്നും 17 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ദിവസങ്ങൾ 14 എന്ന് കിട്ടും. അതായത് ജനുവരിയിൽ ഇനിയും 14 ദിവസങ്ങളുണ്ട്. അപ്പോൾ 14 ദിവസങ്ങളിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 14നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ശിഷ്ടം 0 എന്ന് കിട്ടും. അതായത് ജനുവരിയിലെ ബാക്കിയുള്ള 14 ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആണ്. അടുത്തതായി നമുക്ക് ഫെബ്രുവരി മാസത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ടെന്ന് കണ്ടെത്താം. 2011 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇതൊരു സാധാരണ വർഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളേ ഉള്ളൂ. 28നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അവിടെയും 0 എന്നാണ് കിട്ടുന്നത്. അതായത് നമുക്ക് മനസ്സിലാകും ഫെബ്രുവരി മാസത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0. അടുത്തതായി നമുക്ക് മാർച്ച് മാസത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ടെന്ന് കണ്ടെത്താം. മാർച്ച് മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 എന്ന് കിട്ടും. അതായത് നമുക്ക് മനസ്സിലാക്കാം മാർച്ച് മാസത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3. അടുത്തതായി നമ്മൾ കണ്ടെത്തേണ്ടത് ഏപ്രിൽ മാസത്തിൽ ആകെ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട് എന്നുള്ളതല്ല, മറിച്ച് ഏപ്രിൽ മാസത്തിൽ 11 വരെയുള്ള ദിവസങ്ങളിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ 11നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ശിഷ്ടം 4 എന്ന് കിട്ടി. അതായത് നമുക്ക് മനസ്സിലാക്കാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4. അടുത്തതായി നമ്മൾ ഈ കിട്ടിയ ഒറ്റ ദിവസങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കുക.
അപ്പോൾ 0 അധികം 0 അധികം 3 അധികം 4 7 എന്ന് കിട്ടും. 7നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ ജനുവരി 17 മുതൽ ഏപ്രിൽ 11 വരെയുള്ള ദിവസങ്ങൾക്കിടയിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 എന്ന് കിട്ടി. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഓർത്തിരിക്കേണ്ട വസ്തുത ഇതാണ്. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയാൽ അതേ ദിവസം തന്നെ ആയിരിക്കും. അതായത് ഇവിടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയതുകൊണ്ട് 2011 ജനുവരി 17 എന്നുള്ള ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയുടെ കൂടെ 0 കൂട്ടുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച എന്ന് തന്നെ കിട്ടും. അവിടുന്ന് നമ്മൾ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തി. ഏപ്രിൽ 11 എന്ന് പറയുന്ന ദിവസം തിങ്കളാഴ്ച ആയിരിക്കും. ഇതേ ചോദ്യം തന്നെ 2011 എന്നുള്ളത് മാറ്റി 2016 എന്ന അതിവർഷം കൊടുത്ത് നമുക്ക് ചെയ്തു നോക്കാം. സാധാരണ വർഷം അതിവർഷമാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. 2016 ജനുവരി 17 തിങ്കളാഴ്ച ആയാൽ ഏപ്രിൽ 11 ഏത് ദിവസമായിരിക്കും? നമുക്കിവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു നോക്കാം. ഇവിടെയും നമ്മൾ ജനുവരി 17 മുതൽ ഏപ്രിൽ 11 വരെയുള്ള ദിവസങ്ങൾക്കിടയിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ജനുവരി മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. 31 ദിവസങ്ങളിൽ ഇവിടെ 17 വരെയുള്ള ദിവസങ്ങൾ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് 17 കഴിഞ്ഞുള്ള ബാക്കി ദിവസങ്ങൾ എത്രയാണോ അതെടുത്താൽ മതി. അതായത് 31ൽ നിന്നും 17 കുറച്ചാൽ നമുക്ക് 14 ദിവസങ്ങളെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എഴുതി ജനുവരിയിൽ 14 ദിവസങ്ങളുണ്ട്. 14 ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങൾ കാണാൻ 14നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് അവിടുന്ന് ശിഷ്ടം 0 എന്ന് കിട്ടും. ശിഷ്ടം 0 ആയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ഫെബ്രുവരി മാസത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ 2016 എന്നുള്ളത് അതിവർഷമാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ 29നെ 7 കൊണ്ട് ഹരിക്കുക. 29നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 എന്ന് കിട്ടും. അതായത് നമുക്ക് മനസ്സിലാക്കാം ഫെബ്രുവരി മാസത്തിൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1. അടുത്തതായി നമ്മൾ മാർച്ച് മാസത്തിലെ ഒറ്റ ദിവസങ്ങൾ കണ്ടെത്താൻ പോകുന്നു. മാർച്ച് മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 3 എന്ന് കിട്ടും. അതായത് നമുക്ക് അവിടെ നമ്മുടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 എന്ന് കിട്ടി. അടുത്തതായി നമുക്ക് വേണ്ടത് ഏപ്രിൽ മാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമുക്കിവിടെ ഏപ്രിൽ മാസം മുഴുവനും വേണ്ട, പകരം നമുക്ക് ഏപ്രിൽ 11 വരെ മതി. അപ്പോൾ നമ്മൾ ഏപ്രിൽ 11 വരെയുള്ള ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണാൻ 11നെ 7 കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് അവിടുന്ന് ശിഷ്ടം 4 എന്ന് കിട്ടി. അതായത് നമ്മുടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ ഒറ്റ ദിവസങ്ങളെല്ലാം കൂടി കൂട്ടുന്നു. അതായത് 0 അധികം 1 അധികം 3 അധികം 4. അവിടുന്ന് നമുക്ക് 8 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എപ്പോഴും 7നേക്കാൾ താഴെയുള്ള ഒരു സംഖ്യ ആയിരിക്കും. അതായത് നമ്മൾ ഇവിടെ അത് കണ്ടെത്താൻ വേണ്ടി 8നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ശിഷ്ടം 1 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ നമ്മുടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കിട്ടി 1. നമ്മൾ നേരത്തെ ഉപയോഗിച്ച മാർഗം ഓർക്കുക. ഒറ്റ ദിവസങ്ങൾ 0 ആയിരുന്നെങ്കിൽ അതേ ദിവസം ആയേനെ. അതായത് നമ്മൾ നേരത്തെ അവിടെ എന്താണ് ചെയ്തത്? ഒറ്റ ദിവസം 0 എന്ന് പറയുന്നത് ആ 0നെ തിങ്കളുടെ കൂടെ കൂട്ടിയപ്പോഴാണ് തിങ്കൾ കിട്ടിയത്. ഇവിടെ നമുക്ക് ഒറ്റ ദിവസം 0ന് പകരം 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കിട്ടിയ 1നെ തിങ്കളുടെ കൂടെ കൂട്ടുക. അതായത് തിങ്കളുടെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് ചൊവ്വാഴ്ച എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. 2016 ഏപ്രിൽ 11 ചൊവ്വാഴ്ചയായിരിക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ രീതിയിലുള്ള കണക്ക് തന്നെയാണ്. എന്നാൽ ചോദ്യം വരുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: 2013 ജൂൺ 17 തിങ്കളാഴ്ച ആയാൽ മാർച്ച് 10 ഏത് ദിവസമായിരുന്നു? ഇവിടെ ചോദ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏത് ദിവസമായിരുന്നു. അതായത് ഇത് റിവേഴ്സ് ഓർഡറിലാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇവിടെ നമുക്ക് ജൂൺ 17 തിങ്കളാഴ്ച എന്ന് തന്നിരിക്കുന്നു. അതായത് മാർച്ച് കഴിഞ്ഞിട്ടാണ് ജൂൺ വരുന്നത്. അതായത് ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യങ്ങളിൽ 2 മാസം തരുമ്പോൾ രണ്ടാമത് വരുന്ന മാസത്തിലെ ദിവസമാണ് കണ്ടുപിടിച്ചിരുന്നത്. എന്നാൽ ഇവിടെ രണ്ടാമത് വരുന്ന മാസത്തിലെ ദിവസം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം വരുന്ന മാസത്തിലെ ദിവസമാണ്. അതായത് ഇത് റിവേഴ്സ് ഓർഡറിലാണ് ചെയ്യേണ്ടത്. ചോദ്യം ഇപ്പോൾ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക. 2013 ജൂൺ 17 തിങ്കളാഴ്ച ആയാൽ മാർച്ച് 10 ഏത് ദിവസമായിരുന്നു? അതായത് നമുക്ക് കഴിഞ്ഞു പോയ ഒരു ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ പുറകോട്ടുള്ള ഒരു തീയതി തന്നിട്ട് അത് ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് പഴയ രീതിയിൽ തന്നെയാണ്. അതായത് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ആദ്യത്തെ മാസം ഏതാണോ അതിനെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ആദ്യത്തെ മാസം മാർച്ച് ആണ്. മാർച്ച് മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാർച്ച് 10 ഏത് ദിവസമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ 31 ദിവസത്തിൽ നിന്നും 10 കുറയ്ക്കണം. അതായത് 31ൽ നിന്നും 10 പോയാൽ 21 എന്ന് കിട്ടും. അപ്പോൾ മാർച്ച് മാസത്തിൽ 21 ദിവസമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്.
21നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 എന്നാണ് കിട്ടുന്നത്. ശിഷ്ടം 0 ആയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും. അടുത്തതായി നമ്മൾ എടുക്കേണ്ടത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിൽ 30 ദിവസങ്ങളാണുള്ളത്. 30നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 എന്ന് കിട്ടും. ശിഷ്ടം 2 ആയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 ആയിരിക്കും. അടുത്തത് നമ്മൾ എടുക്കേണ്ടത് മെയ് മാസത്തിനെയാണ്. മെയ് മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 എന്ന് കിട്ടും. നമുക്കറിയാം ശിഷ്ടം 3 ആയാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അടുത്തതായി നമ്മൾ എടുക്കേണ്ടത് ജൂൺ മാസത്തിനെയാണ്. ജൂൺ മാസത്തിൽ 30 ദിവസങ്ങളാണുള്ളത്. എന്നാൽ നമ്മൾ ഇവിടെ 30 ദിവസങ്ങളും എടുക്കുന്നില്ല. കാരണം നമുക്കിവിടെ ജൂൺ 17 എന്ന തീയതി തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മാർച്ച് 10നും ജൂൺ 17നും ഇടയ്ക്കുള്ള ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ജൂൺ മാസത്തിലെ 17 ദിവസങ്ങളെ എടുക്കുന്നുള്ളൂ. 17നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 എന്ന് കിട്ടും. നമുക്കറിയാം ശിഷ്ടം 3 ആയാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ഒറ്റ ദിവസങ്ങളെല്ലാം കൂടി കൂട്ടുക. അതായത് ഇവിടെ 0 അധികം 2 അധികം 3 അധികം 3 നമുക്ക് 8 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഒറ്റ ദിവസങ്ങൾ എപ്പോഴും 7ന് താഴെയുള്ള ഒരു സംഖ്യയായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ഇവിടെ 8നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ശിഷ്ടം 1 എന്ന് കിട്ടും. നമുക്കറിയാം ശിഷ്ടം 1 ആയാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് ഒറ്റ ദിവസങ്ങൾ 0 ആയിരുന്നെങ്കിൽ അതേ ദിവസമായേനെ. എന്നാൽ ഇവിടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആയതുകൊണ്ടും കഴിഞ്ഞുപോയ മാസമായതുകൊണ്ടും നമ്മൾ ഈ 1നെ തന്നിരിക്കുന്ന തിങ്കളാഴ്ചയിൽ നിന്നും കുറയ്ക്കുക. അതായത് തിങ്കളാഴ്ചയിൽ നിന്നും ഒരു ദിവസം കുറയ്ക്കുക. അപ്പോൾ നമ്മൾ പുറകോട്ട് പോവുക. അതായത് തിങ്കളിൽ നിന്നും ഒരു ദിവസം കുറച്ചാൽ നമുക്ക് ഞായർ എന്ന ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി. മാർച്ച് 10 ഞായറാഴ്ച ദിവസമായിരുന്നു. ഇപ്പോൾ പഠിപ്പിച്ച റിവേഴ്സ് ഓർഡറിൽ വരുന്ന ഈ ചോദ്യം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയും മനസ്സിലായവർക്ക് ഒന്നുകൂടി ഉറയ്ക്കുന്നതിന് വേണ്ടിയും നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. വിഷ്ണു ജൂൺ 18ന് ചെന്നൈക്ക് പോയി. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച തിരിച്ചെത്തി എങ്കിൽ വിഷ്ണു ചെന്നൈക്ക് പോയ ദിവസം ഏത്? ഇവിടെയും ചോദ്യം ശ്രദ്ധിക്കുക. വിഷ്ണു ജൂൺ 18നാണ് ചെന്നൈക്ക് പോയത്. സെപ്റ്റംബർ 7ന് തിരിച്ചെത്തിയ ദിവസം നമുക്ക് തന്നിട്ടുണ്ട്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജൂൺ 18 ഏത് ദിവസമായിരുന്നു എന്നാണ്. അതായത് ഇവിടെ 2 മാസം തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആദ്യ മാസത്തിലെ ദിവസം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ജൂൺ മാസത്തിൽ 30 ദിവസങ്ങളാണുള്ളത്. എന്നാൽ നമുക്കിവിടെ ജൂൺ 18 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 30ൽ നിന്നും 18 കുറച്ച് ബാക്കി ദിവസങ്ങൾ എടുത്താൽ മതി. അതായത് 30ൽ നിന്നും 18 കുറയ്ക്കുമ്പോൾ 12 ദിവസങ്ങൾ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലെ 12 ദിവസത്തിൽ എത്ര ഒറ്റ ദിവസമുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനായി നമ്മൾ 12നെ 7 കൊണ്ട് ഹരിക്കുക. 12നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 എന്ന് കിട്ടും. നമുക്കറിയാം ശിഷ്ടം 5 ആയാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5 ആയിരിക്കും. അടുത്തതായി നമ്മൾ എടുക്കേണ്ടത് ജൂലൈ മാസമാണ്. ജൂലൈ മാസത്തിൽ 31 ദിവസങ്ങളാണ് ഉള്ളത്. 31 ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി 31നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ശിഷ്ടം 3 എന്ന് കിട്ടും. അതായത് നമുക്കറിയാം ശിഷ്ടം 3 ആയാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അടുത്തതായി നമ്മൾ എടുക്കേണ്ടത് ഓഗസ്റ്റ് മാസത്തിനെയാണ്. ഓഗസ്റ്റ് മാസത്തിൽ 31 ദിവസങ്ങളാണുള്ളത്. 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 എന്ന് കിട്ടും. നമുക്കറിയാം ശിഷ്ടം 3 ആയാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അടുത്തതായി നമ്മൾ എടുക്കേണ്ടത് സെപ്റ്റംബർ മാസത്തിനെയാണ്. സെപ്റ്റംബർ മാസത്തിൽ 30 ദിവസങ്ങളാണുള്ളത്. എന്നാൽ നമുക്കിവിടെ ആ 30 ദിവസവും എടുക്കേണ്ട, പകരം സെപ്റ്റംബർ മാസത്തിൽ ഈ 7 ദിവസങ്ങൾക്കിടയിലുള്ള ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതിനായി നമ്മൾ ഈ 7നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ശിഷ്ടം 0 എന്ന് കിട്ടും. നമുക്കറിയാം ശിഷ്ടം 0 ആയാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും. അടുത്തതായി നമ്മൾ ഈ ഒറ്റ ദിവസങ്ങളെല്ലാം കൂടി കൂട്ടുന്നു. അതായത് 5 അധികം 3 അധികം 3 അധികം 0 നമുക്ക് 11 എന്ന് കിട്ടും. നമ്മൾ പലതവണ പറഞ്ഞതാണ് ഒറ്റ ദിവസങ്ങൾ എപ്പോഴും 7ന് താഴെയുള്ള ഒരു സംഖ്യയായിട്ടാണ് വരുന്നത്. അത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ 11നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ശിഷ്ടം 4 എന്ന് കിട്ടും. ശിഷ്ടം 4 ആയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറ്റ ദിവസങ്ങൾ 0 ആയിരുന്നെങ്കിൽ അതേ ദിവസമായേനെ. എന്നാൽ ഇവിടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4 ആയതുകൊണ്ടും കഴിഞ്ഞുപോയ മാസമായതുകൊണ്ടും നമുക്കിവിടെ തന്നിരിക്കുന്ന സെപ്റ്റംബർ 7 തിങ്കളാഴ്ച എന്ന ദിവസത്തിൽ നിന്നും നമ്മൾ 4 ദിവസം പുറകോട്ട് കുറയ്ക്കുക. അതായത് ഇവിടെ തിങ്കളാഴ്ചയിൽ നിന്നും 4 ദിവസം പുറകോട്ട് പോയാൽ നമുക്ക് വ്യാഴം എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി. ജൂൺ 18 വ്യാഴാഴ്ചയായിരിക്കും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കലണ്ടർ എന്ന പാഠഭാഗത്ത് നിന്നും ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ മാതൃകയും അതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള മാർഗവുമാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്, 2015 ഏപ്രിൽ 22 ഏത് ദിവസം?
നമ്മളിവിടെ തന്നിരിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട ദിവസം ഇതാണ്, 2015 ഏപ്രിൽ 22. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് 2015 ഏപ്രിൽ 22 വരെയുള്ള ഒറ്റ ദിവസങ്ങളാണ്. അതിലേക്കായി നമ്മൾ 2015നെ പല പല ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വർഷത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന എന്നാൽ 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഒരു അതിവർഷം കണ്ടെത്തുക. അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ 2015നോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതും 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതുമായ അതിവർഷം 2000 ആണ്. അപ്പോൾ നമ്മൾ 2015 നിന്നും 2000 മാറ്റി അതുപോലെ എഴുതുക. ഇനി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നാം അടുത്തതായി നമ്മൾ 15 എഴുതണം, അത് കഴിഞ്ഞ് ഏപ്രിൽ 22 വരെയുള്ള മാസങ്ങൾ എഴുതണമെന്ന് തോന്നാം. എന്നാൽ അങ്ങനെയുള്ള തെറ്റ് ചെയ്യരുത്. കാരണം അവിടെ 2015 എന്ന വർഷം പൂർത്തിയായിട്ടില്ല. 2015 ഏപ്രിൽ 22 ആയിട്ടുള്ളൂ. അതായത് തന്നിരിക്കുന്ന 15 വർഷത്തിൽ പൂർത്തിയായ വർഷം 14 മാത്രമാണ്. ബാക്കിയുള്ള വർഷം പൂർത്തിയായിട്ടില്ല. ബാക്കിയുള്ള മാസങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇവിടെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. 2015 എന്ന് പറയുമ്പോൾ 2000നെ നമ്മൾ മാറ്റി എഴുതി. അങ്ങനെ മാറ്റാൻ കാരണം എന്താണ്? 2015നോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതും 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതുമായ ഒരു അതിവർഷമാണ് 2000. അടുത്തതായി നമ്മൾ നോക്കുമ്പോൾ 15 വർഷവും നമ്മൾ എടുക്കത്തില്ല. കാരണം 2015 എന്ന വർഷം പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല. അവിടെ 2015 ഏപ്രിൽ 22 വരെ ആയിട്ടുള്ളൂ. അവിടെ 15 വർഷങ്ങളിൽ പൂർത്തിയായ വർഷം 14 വർഷം മാത്രമാണ്. 15ാമത്തെ വർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏപ്രിൽ 22 ആയിട്ടേ ഉള്ളൂ. 2015 ഡിസംബർ 31 കഴിഞ്ഞാലേ അത് പൂർത്തിയാകൂ. നമ്മളിവിടെ പൂർത്തിയാകാത്തത് കൊണ്ട് 15 വർഷത്തിൽ 14 എടുക്കൂ. വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമുക്ക് വേണ്ടത് 15 എന്ന വർഷം തുടങ്ങിക്കഴിഞ്ഞു. 15 എന്ന വർഷം തുടങ്ങി ഏപ്രിൽ 22 വരെ തുടർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2015 ഓരോ മാസവും എടുക്കുക. അതായത് ഏപ്രിൽ 22 വരെയുള്ള ഓരോ മാസവും എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ജനുവരി 31 എടുക്കാം. അത് കഴിഞ്ഞ് ഫെബ്രുവരി 28 എടുക്കാം. ഇവിടെ 2015 ആയതുകൊണ്ട് അത് സാധാരണ വർഷമാണ്. അതുകൊണ്ടാണ് അവിടെ ഫെബ്രുവരി 28 എന്ന് എടുത്തിരിക്കുന്നത്. അടുത്തത് അതിന്റെ കൂടെ മാർച്ച് 31 എടുക്കുക. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ എടുക്കുക. ഏപ്രിൽ മാസം 30 ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഏപ്രിൽ 30 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചോദ്യത്തിൽ ഏപ്രിൽ 22 ഏത് ദിവസമാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഏപ്രിൽ 22 എന്ന് എഴുതുക. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്നതിലെ ഒറ്റ ദിവസങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. നമുക്ക് ആദ്യം 2000 വർഷത്തിലെ ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിക്കാം. ഇതിനുവേണ്ടി നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ച ഒരു പോയിന്റ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. ആ പോയിന്റ് ഇങ്ങനെയാണ്: 400 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങൾ 0 ആയിരിക്കും. അതായത് ഇവിടെ 2000നെ 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പോൾ 2000 വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും. വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. അടുത്തതായി നമുക്ക് 14 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങൾ എത്രയാണെന്ന് കണ്ടെത്താം. അതിനുവേണ്ടിയുള്ള മാർഗവും നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. അതായത് ആ മാർഗം ഇങ്ങനെയാണ്: തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ അതിവർഷം കൂട്ടുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന വർഷം 14 ആണ്. 14 വർഷങ്ങളിലെ അതിവർഷങ്ങളുടെ എണ്ണം 3 ആണ്. അപ്പോൾ 14 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ആണിത്. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജനുവരി മാസത്തിലെ ഒറ്റ ദിവസങ്ങളാണ്. പിന്നെ ഫെബ്രുവരി മാസത്തിലെ ഒറ്റ ദിവസങ്ങൾ, മാർച്ച് മാസത്തിലെ ഒറ്റ ദിവസങ്ങൾ, പിന്നെ ഏപ്രിൽ 22 വരെയുള്ള ഒറ്റ ദിവസങ്ങൾ. ഇവയെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പലപ്പോഴായി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒറ്റ ദിവസങ്ങൾ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ 2000 വർഷത്തിലെ ഒറ്റ ദിവസങ്ങൾ എഴുതുന്നു 0. അതിന്റെ കൂടെ 14 വർഷത്തിലെ ഒറ്റ ദിവസങ്ങൾ എഴുതുന്നു 17. ജനുവരി മാസത്തിലെ ഒറ്റ ദിവസങ്ങൾ എഴുതുന്നു 3. അതെങ്ങനെയാണ് കിട്ടുകയെന്ന് അറിയാം. 31നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ശിഷ്ടം 3 എന്ന് കിട്ടും. ശിഷ്ടം 3 ആയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3. അടുത്തത് ഫെബ്രുവരി 28ലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0. അതായത് 28നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ശിഷ്ടം 0 എന്ന് കിട്ടും. ശിഷ്ടം 0 കിട്ടിയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0. അടുത്തത് മാർച്ച് 31ലെ ഒറ്റ ദിവസങ്ങൾ കൂടി കൂട്ടുന്നു. അതായത് 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3. ശിഷ്ടം 3 ആയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3. അടുത്തതായി നമ്മൾ ഏപ്രിൽ 22ലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എഴുതുന്നു. അതിനുവേണ്ടി 22നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ശിഷ്ടം 1 എന്ന് കിട്ടും. ശിഷ്ടം 1 എന്ന് കിട്ടിയാൽ നമുക്കറിയാം ഒറ്റ സംഖ്യയുടെ എണ്ണം 1. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഒറ്റ ദിവസങ്ങളെല്ലാം ഒന്നുകൂടി നമുക്ക് നോക്കാം. 0 അധികം 17 അധികം 3 അധികം 0 അധികം 3 അധികം 1. ഇവിടുന്ന് നമുക്ക് ഉത്തരം 24 എന്ന് കിട്ടും. നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എപ്പോഴും 7ന് താഴെയുള്ള ഒരു സംഖ്യയായിട്ടാണ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ 24നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ശിഷ്ടം 3 എന്ന് കിട്ടും. ശിഷ്ടം 3 ആയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 എന്ന് കിട്ടി. ഒറ്റ ദിവസങ്ങൾ 3 ആയാൽ ആ ദിവസം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ നോക്കേണ്ടത്. അതിലേക്കായി വളരെ പ്രധാനമായി ഓർത്തിരിക്കേണ്ടതും ഹൃദ്യസ്ഥമാക്കേണ്ടതുമായ ഒരു പട്ടികയാണ് താഴെ തരാൻ പോകുന്നത്. പട്ടിക ശ്രദ്ധിക്കുക.
ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയാൽ ദിവസം ഞായറായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആയാൽ ദിവസം തിങ്കളായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 ആയാൽ ദിവസം ചൊവ്വയായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയാൽ ദിവസം ബുധനായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4 ആയാൽ ദിവസം വ്യാഴമായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5 ആയാൽ ദിവസം വെള്ളിയായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആയാൽ ദിവസം ശനിയായിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആണ്. പട്ടിക ഒന്ന് പരിശോധിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയാൽ ദിവസം ബുധനായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം ഇവിടെ കിട്ടി. 2015 ഏപ്രിൽ 22 ബുധൻ എന്ന ദിവസമായിരിക്കും. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതും എന്നാൽ അത്രമേൽ എളുപ്പമുള്ളതുമായ ഒരു ഭാഗമാണ്. ശരിക്കും മനസ്സിലാക്കി വെക്കുക, ശ്രദ്ധിക്കുക. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം കൊണ്ട് പലർക്കും പൂർണ്ണമായി മനസ്സിലായി കാണില്ല. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്നതിലേക്കായി നമുക്ക് അടുത്ത 2 ചോദ്യങ്ങൾ കൂടി ചെയ്തു നോക്കാം. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: 1718 ജൂൺ 18 ഏത് ദിവസം? ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ചോദ്യം ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ടുപിടിക്കേണ്ട ദിവസം എടുത്ത് എഴുതുക. ഇവിടെ ദിവസം കണ്ടുപിടിക്കേണ്ട തീയതി 1718 ജൂൺ 18. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് തന്നിരിക്കുന്ന വർഷത്തിനോട് ഏറ്റവും അടുത്തുള്ളതും എന്നാൽ 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതുമായ ഒരു അതിവർഷം ഏതാണോ അതെടുത്തെഴുതുക. 1718നോട് ഏറ്റവും അടുത്തുള്ളതും 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതുമായ അതിവർഷം 1600 ആണ്. 1718 നിന്നും 1600 പോയാൽ പിന്നെ 118 ആണുള്ളത്. അവിടുന്ന് നമ്മൾ 100 വർഷങ്ങളായി മാറ്റി എഴുതുക. ബാക്കിയുള്ളത് 18 വർഷമാണ്. 18 വർഷത്തിൽ തന്നെ 17 വർഷമേ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കിയുള്ളത് ജൂൺ 18 വരെ എടുത്താൽ മതി. അപ്പോൾ 18 വർഷത്തിലെ പൂർത്തിയായ 17 വർഷം അതുപോലെ എഴുതുക. അതിനുശേഷം ജൂൺ 18 വരെയുള്ള മാസങ്ങൾ എഴുതുക. ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 18. അടുത്തതായി നമ്മൾ കണ്ടെത്തേണ്ടത് ഒറ്റ ദിവസങ്ങളുടെ എണ്ണമാണ്. 1600 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും. കാരണം വ്യക്തമായി ഓർത്തിരിക്കുക. 400 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും എന്ന നിയമമാണ് ഇവിടെ നമ്മൾ പ്രയോഗിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് 1600 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 എന്ന് എഴുതിയത്. അടുത്തതായി നമ്മൾ 100 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എഴുതുക. അതും നമ്മൾ പഠിച്ചതാണ്. പഠിച്ച നിയമം ഇങ്ങനെയാണ്: 100 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതുക. 100 വർഷങ്ങളുടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5. അടുത്തതായി നമ്മൾക്ക് വേണ്ടത് 17 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണമാണ്. അതിനായുള്ള മാർഗവും നമ്മൾ പഠിച്ചതാണ്. തന്നിരിക്കുന്ന വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണാൻ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ അതിവർഷം കൂട്ടുക. ഇവിടെ തന്നിരിക്കുന്ന വർഷം 17 ആണ്. 17 വർഷങ്ങളിലെ അതിവർഷങ്ങളുടെ എണ്ണം 4 ആണ്. അപ്പോൾ 17ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 21 കിട്ടും. നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എപ്പോഴും 7 താഴെയുള്ള ഒരു സംഖ്യയായിട്ടാണ് പറയുന്നത്. അതിനായി 21നെ 7 കൊണ്ട് ഹരിക്കുക. 21നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 എന്ന് കിട്ടും. ശിഷ്ടം 0 ആയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും. അടുത്തതായി നമുക്കിനി കാണാൻ തന്നെ പറയാൻ സാധിക്കുന്നതാണ്. ജനുവരി 31ലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. ഫെബ്രുവരി 28ലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും. മാർച്ച് 31ലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. ഏപ്രിൽ 30ലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 ആയിരിക്കും. മെയ് 31ലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അടുത്തത് ജൂൺ 18ലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണാൻ 18നെ 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 4 എന്ന് കിട്ടും. ശിഷ്ടം 4 കിട്ടിയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4 ആയിരിക്കും. അടുത്തതായി നമ്മൾ ഈ കിട്ടിയ ഒറ്റ ദിവസങ്ങളെല്ലാം കൂടി കൂട്ടുന്നു. അതിലേക്കായി ആദ്യം 1600 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 കൂട്ടുക. അതിന്റെ കൂടെ 100 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5 കൂട്ടുക. അടുത്തതായി 17 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 കൂട്ടുക. ജനുവരിയിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 കൂട്ടുക. ഫെബ്രുവരിയിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 കൂട്ടുക. മാർച്ചിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 കൂട്ടുക. ഏപ്രിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 കൂട്ടുക. മെയ്യിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 കൂട്ടുക. ജൂൺ 18 വരെയുള്ള ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4 കൂട്ടുക. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എപ്പോഴും 7 താഴെയുള്ള ഒരു സംഖ്യയായിട്ടാണ് പറയുന്നത്. അതിലേക്കായി നമ്മൾ 20നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ശിഷ്ടം 6 എന്ന് കിട്ടും. ശിഷ്ടം 6 എന്ന് കിട്ടിയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആയിരിക്കും. അങ്ങനെ നമുക്കിവിടെ 1718 ജൂൺ 18 വരെയുള്ള ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 എന്ന് കിട്ടി. അടുത്തതായി നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടികയുണ്ടെന്ന് പറഞ്ഞു. ആ പട്ടിക ഇങ്ങനെയാണ്: ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയാൽ ദിവസം ഞായറായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആയാൽ ദിവസം തിങ്കളായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 ആയാൽ ദിവസം ചൊവ്വയായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയാൽ ദിവസം ബുധനായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4 ആയാൽ ദിവസം വ്യാഴമായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5 ആയാൽ ദിവസം വെള്ളിയായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആയാൽ ദിവസം ശനിയായിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആണ്. പട്ടിക നോക്കിയാൽ നമുക്ക് മനസ്സിലാകും.
ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആയാൽ ദിവസം ശനിയായിരിക്കും. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. 1718 ജൂൺ 18 എന്ന ദിവസം ശനിയാഴ്ച ആയിരിക്കും. ഈ ഒരു ചോദ്യം കൂടി ചെയ്തപ്പോൾ ഏവർക്കും ഇത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതായി ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 1924 മെയ് 24 ഏത് ദിവസം? നമ്മൾ ചോദ്യം ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ കണ്ടെത്തേണ്ട ദിവസം ഇതാണ്, 1924 മെയ് 24. അതിലേക്കായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1924നോട് അടുത്ത് നിൽക്കുന്നതും അതിനേക്കാൾ താഴെയുള്ളതും 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതുമായ അതിവർഷം ഏതാണോ അത് കണ്ടുപിടിക്കുക. ഇവിടെ അത് 1600 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1924 നിന്നും 1600 മാറ്റി എഴുതുക. അതിനുശേഷം ബാക്കിയുള്ളത് 324 വർഷങ്ങളാണ്. ഈ 324 വർഷങ്ങളിൽ നിന്നും 300നെ മാറ്റി എഴുതുക. ബാക്കിയുള്ളത് 24 വർഷങ്ങളാണ്. ഈ 24 വർഷങ്ങളിൽ പൂർത്തിയായ വർഷങ്ങളുടെ എണ്ണം 23 ആണ്. 24ാമത്തെ വർഷം പൂർത്തിയായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പൂർത്തിയായ 23 വർഷങ്ങൾ മാറ്റി എഴുതുന്നു. ബാക്കിയുള്ള 24ാമത്തെ മാസത്തിലെ മെയ് 24 വരെയുള്ള ഓരോ മാസവും നമ്മൾ എഴുതുകയാണ്. അതായത് അതിങ്ങനെയാണ്, ജനുവരി 31, ഫെബ്രുവരി 29. ഇവിടെ ഫെബ്രുവരി 29 വരാൻ കാരണം 1924 എന്നുള്ളത് അതിവർഷമാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളാണ് വരിക. അതാണ് ഇവിടെ നമ്മൾ ഫെബ്രുവരി 29 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ മാർച്ച് മാസം എഴുതുക. അതിനുശേഷം ഏപ്രിൽ മാസം എഴുതുക. അതിനുശേഷം മെയ് 24 എഴുതുക. കാരണം ഇവിടെ മെയ് മാസം പൂർത്തിയായിട്ടില്ല. മെയ് 24 ഏത് ദിവസമാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് അവിടെ മെയ് 24 എന്ന് എഴുതിയത്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ വിഭജിച്ച ഓരോ ഭാഗത്തിലെ ഒറ്റ ദിവസങ്ങൾ ഏതാണോ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യം 1600 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളാണ് കണ്ടെത്താൻ പോകുന്നത്. നമ്മൾ പഠിച്ചതാണ്, 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും. 1600നെ 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ 1600 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 എന്ന് കിട്ടും. അടുത്തതായി നമുക്ക് വേണ്ടത് 300 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണമാണ്. അത് നമ്മൾ പഠിച്ച നിയമത്തിലുള്ളതാണ്. അതായത് 300 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 300 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 എന്ന് കിട്ടി. അടുത്തതായി നമുക്ക് വേണ്ടത് 23 വർഷങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണമാണ്. അതിനായി നമ്മൾ പഠിച്ച മാർഗം ഓർക്കുക. തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ അതിവർഷം കൂട്ടുക. ഇവിടെ തന്നിരിക്കുന്ന വർഷം 23 ആണ്. 23ന്റെ കൂടെ തന്നിരിക്കുന്ന വർഷങ്ങളിലെ അതിവർഷങ്ങളുടെ എണ്ണം കൂട്ടുക. 23 വർഷത്തിലെ അതിവർഷങ്ങളുടെ എണ്ണം 5 ആണ്. അപ്പോൾ 23ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും. എപ്പോഴും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 7ന് താഴെയുള്ള ഒരു സംഖ്യയായിട്ടാണ് വരുന്നത്. അതിനാൽ ഇവിടെ 28നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ശിഷ്ടം 0 എന്ന് കിട്ടും. നമുക്കറിയാം, ശിഷ്ടം 0 ആയാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയിരിക്കും. അടുത്തതായി നമ്മൾ നമുക്ക് കിട്ടിയ ഒറ്റ ദിവസങ്ങളെല്ലാം കൂടി കൂട്ടുന്നു. അതായത് 0 അധികം 1 അധികം 0 അധികം 3 അധികം 1 അധികം 3 അധികം 2 അധികം 3 സമം 13. ഇവിടെ 13ൽ നിന്നും നമുക്ക് ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ 13നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ശിഷ്ടം 6 എന്ന് കിട്ടും. ശിഷ്ടം 6 കിട്ടിയാൽ നമുക്കറിയാം ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആയിരിക്കും. ഇവിടെ നമുക്ക് 1924 മെയ് 24 ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 എന്ന് കിട്ടി. അടുത്തതായി നമ്മൾ ഓർത്തിരിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു പട്ടിക ശ്രദ്ധിക്കുക. അതായത് ആ പട്ടിക ഇങ്ങനെയാണ്. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആയാൽ ദിവസം ഞായറായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആയാൽ ദിവസം തിങ്കളായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 ആയാൽ ദിവസം ചൊവ്വയായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3 ആയാൽ ദിവസം ബുധനായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4 ആയാൽ ദിവസം വ്യാഴമായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5 ആയാൽ ദിവസം വെള്ളിയായിരിക്കും. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആയാൽ ദിവസം ശനിയായിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആണ്. പട്ടിക ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 6 ആയാൽ ദിവസം ശനിയായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. 1924 മെയ് 24 ശനിയാഴ്ച ആയിരിക്കും. ഈ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ വന്നാൽ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ പല ഭാഗങ്ങളിലും ഒന്നിൽ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ ഭാഗങ്ങളെല്ലാം അത്രമാത്രം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കലണ്ടർ എന്ന പാഠഭാഗം വ്യക്തമായി ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഈ പാഠഭാഗത്തോടൊപ്പം ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ കലണ്ടർ എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ എടുത്ത് ചെയ്തു നോക്കുക. ആ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്